ആ അതിനകത്ത് അതിന്റെ ആ നിയമത്തിന്റെ താഴെ എഴുതിയുണ്ട്, അത് പറഞ്ഞുതരാം. കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. അതായത് ലൈസൻസ് എടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സെക്കൻഡ് പുതുക്കൽ വരുമ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ അവസാനിച്ചു. അതിൽ കുഴപ്പമൊന്നുമില്ല, അതിൽ കുഴപ്പമില്ല. അന്നത്തെ കാലത്തെ ഉദ്യോഗസ്ഥൻ ആരാന്ന് അന്വേഷിച്ച് നടപടി എടുക്കണം. നോക്കിയേ, എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരിതാശങ്ങളും ഇല്ല. ഞാൻ വളരെ മാന്യനാണ്, പരിശുദ്ധനാണ്. എനിക്ക് അപേക്ഷ കൊടുക്കാനൊക്കെ ലൈസൻസ് പിടിച്ചു വാങ്ങിക്കാൻ പറ്റത്തില്ല. എനിക്ക് ലൈസൻസിന് അപേക്ഷ കൊടുക്കാനല്ലേ പറ്റൂ, തന്ന ആളോട് ചോദിക്കാം. ബാക്കി ഞാൻ നാളെ ചിരിക്കാവേ. അല്ല, അങ്ങനെ തരാൻ പറ്റുമായിരുന്നെങ്കിൽ അത് അന്വേഷിച്ചാലേ അറിയാം. എനിക്കറിയത്തില്ല. എനിക്ക് 18 വയസ്സായിട്ടാ ഞാൻ എടുത്തത്. ഇതെന്താന്ന് എനിക്ക് മനസ്സിലാവും. എവിടെ പോകാൻ? അവന്മാരെന്റെ ചുറ്റും കൂടി വെറുതെ പേടിപ്പിക്കാം, വെറുതെ റൗണ്ട് ചെയ്യാന്ന്. അങ്ങനെ അല്ല, അതിപ്പോ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ അടിച്ചു ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് ഞാനാണോ ഈ ആർ ടി ഓഫീസിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ ഞാനാണോ കൈകാര്യം ചെയ്യുന്നത്? മനോജ്ഞമാം പൂക്കണം കോട്ടിൽ ഇരുകാലികൾ നാൽക്കാലികൾ വലയുന്ന നാട്ടിൽ വന്നെത്തി പശുപതി പരിപാലകനായി മൃഗഡോക്ടർ തവ പാദം കൈവേണ. ആ MLA ആയിരുന്നല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപേക്ഷകനാണോ ഉദ്യോഗസ്ഥനാണോ ടൈപ്പ് ചെയ്യുന്ന? നിങ്ങളെപ്പോലെ ഈ RT ഓഫീസിൽ ഇരുന്ന കമ്പ്യൂട്ടർ കയറാനുള്ള ചുമതലയില്ല. അവര് നടപടി എടുത്തു. അവരെ MLA അടിച്ചു വെച്ചാൽ എന്റെ കുഴപ്പമാണ്. ഞാൻ MLA അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കൊടുത്ത അപേക്ഷ ഞാൻ MLA അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പിന്നെ അനിയ ഒരു കാര്യം, എന്നെ വണ്ടി ഓടിപ്പിക്കാതിരിക്കാൻ നോക്കണ്ട. എനിക്ക് കേക്ക് മുഴുവൻ കേട്ടോ. എനിക്ക് ഇന്ത്യയിലെ അകത്തും പുറത്തും ലോകത്തെമ്പാടും ഓടിക്കാനുള്ള ഗൾഫിലെ ലൈസൻസ് എന്റെ ഉണ്ട്. ആ ലൈസൻസ് വെച്ച് ഞാൻ ഓടിക്കും. അതുകൊണ്ട് ഗണേഷ് കുമാറിന്റെ ലൈസൻസ് റദ്ദാക്കി അയാൾ ഓടിക്കത്തില്ലെന്ന് വിചാരിക്കരുത്. ഞാൻ ഓടിക്കും. എനിക്ക് ഗൾഫിലെ ലൈസൻസ് എന്നിട്ട് വാലിഡ് ആണ്. എനിക്ക് ഗൾഫിൽ നിന്ന് ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ട്. ഓക്കെ, അതേതായാലും എന്റെ അച്ഛനല്ലല്ലോ അവിടെ മന്ത്രി ആണോ? ഇതാ പറഞ്ഞത്, വർമ്മ സാറുണ്ടെങ്കിൽ സമയം പോണതറിയില്ല. നാ വിടുത്താ തമാശ.